നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വൈറ്റ് ബാലൻസ് കറക്റ്റ് അല്ലാത്ത നല്ല രീതിയിൽ വാം കൂടി നിൽക്കുന്ന ഒരു ഫുട്ടേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ സ്കിൻ ടോണൊക്കെ പിടിച്ച് റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഡാവിഞ്ചി റിസോൾവിൽ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഫുട്ടേജിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്, എക്സ്ട്രാ നോഡ് കേട്ടോ. Alt S പ്രസ് ചെയ്ത് ഒരു നോഡ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ആദ്യത്തെ നോഡ് സെലക്ട് ചെയ്തിട്ട് ഇതിലെന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമുക്ക് ഫുട്ടേജ് കണ്ടാൽ അറിയാം. ആദ്യം നമ്മൾ വൈറ്റ് ബാലൻസ് ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അല്ലേ. സാധാരണ രീതിയിൽ ഒരു ഫുട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് വൈറ്റ് ബാലൻസ് അല്ല, ആ ഫുട്ടേജ് ഫ്ലാറ്റ് പ്രൊഫൈലിലുള്ളതാണോ നോക്കുക. അതായത് ഫ്ലാറ്റ് കളറാണോ ന്യൂട്രൽ കളറാണോ, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള കളറാണോ നോക്കുക. നല്ല രീതിയിൽ പോപ്പപ്പ് ആയിട്ടുള്ള സെപ്പറേഷൻ ഇല്ലാത്തൊരു വീഡിയോ ആണെങ്കിൽ ആദ്യം നമ്മൾ കർവ് ടൂളോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റോ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്ന് വീഡിയോ കുറച്ചും കൂടി ഡെപ്ത് കൊണ്ടുവരിക ആദ്യം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു വീഡിയോയിൽ ഡെപ്ത്തൊക്കെ ആവശ്യത്തിനുണ്ട്, കുഴപ്പമില്ല, സെപ്പറേഷനൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഓവറോൾ വീഡിയോയിൽ ഒരു വാം ടോൺ കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ആദ്യം കുറച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട എന്താണ്? ഡെപ്ത് കൊണ്ടുവരിക എന്നുള്ളതല്ല, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രൈമറി കളർ വീൽസിൽ ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലേ. ഈ ടെമ്പറേച്ചറിൽ നമ്മൾ നമ്മുടെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വാം ടോൺ ആണ് കയറി കിടക്കുന്നത്. അപ്പോൾ വാം ടോൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ എന്ത് ചെയ്യണം? ബ്ലൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇടതുവശത്ത് ബ്ലൂവും വലതുവശത്താണ് വാം കിടക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് വാം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കുറയ്ക്കണം. കാരണം ബ്ലൂവിൻ്റെ സൈഡിലേക്കാണ് പോവേണ്ടത്. അപ്പോൾ ഇത് മൈനസ് ചെയ്യണം നമ്മൾ അല്ലേ. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുകയാണേ, പതുക്കെ ഇങ്ങനെ മൈനസ് ചെയ്യുക. ടെമ്പറേച്ചർ ഇങ്ങനെ മൈനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഇത് എത്രമാത്രം കുറയ്ക്കണം, എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന്. സാധാരണ രീതിയിൽ സ്കോപ്പുകളെ പറ്റി അറിയാമെന്നുള്ളവർ അത് ഉപയോഗിക്കും. ഞാൻ സ്കോപ്പുകളെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സ്കോപ്പുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ എവിടെയെങ്കിലും പ്യുവർ വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഈ ഒരു വീഡിയോയിൽ എവിടെയാണ് പ്യുവർ വൈറ്റ് വരാൻ പോകുന്നത്? ഇത് ഈ ഡ്രസ്സിലാണ് പ്യുവർ വൈറ്റ് വരാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഡ്രസ്സ് കുറച്ചൊന്നിങ്ങനെ സൂം ചെയ്ത് വയ്ക്കാം. സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ ഇങ്ങനെ കണ്ടിന്യൂസ് കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഡ്രസ്സ് പ്യുവർ വൈറ്റ് ആവും. നോക്കിക്കോ, ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളർ ഉണ്ടല്ലോ. ഇനി നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് പോകുമ്പോൾ പ്യുവർ വൈറ്റ് ആവുന്നൊരു സ്റ്റേജ് വരും. ഓക്കെ, കണ്ടോ, ഇവിടെ എത്തിയപ്പോൾ അത് വൈറ്റ് ആയി അല്ലേ. കണ്ടോ, ഇവിടെ എത്തിയപ്പോൾ വൈറ്റ് ആയി. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഇതാണൊരു ട്രിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ വീഡിയോയ്ക്ക് ഗ്രീനോ അല്ലെങ്കിൽ മജന്തയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടിൻ്റ് ഉണ്ടല്ലോ, ടിൻ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വരുത്താം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ രീതിയിൽ നമ്മൾ മജന്ത ഇവിടെ കട്ട് ചെയ്യണം. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ മജന്ത ചെറുതായിട്ട് സ്പ്രെഡായി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഈ ടിൻറ്റിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഗ്രീൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് പറ്റും? മജന്ത കട്ടാവും. നോക്കിക്കോ, കണ്ടോ, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്തോ? ഇവിടെ ഇരുന്ന മജന്ത അത്രയും കട്ടായി പോയി കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ഓവറോൾ നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത്, അതായത് വൈറ്റ് ബാലൻസ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കിൻ ടോൺ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ആഫ്റ്റർ ബിഫോർ ഒന്ന് നോക്കാം. ഓക്കെ, കണ്ടോ, ഇതുപോലെ ആയിരുന്നു ഇരുന്നത്, നമ്മളതിനെ ഇതുപോലെ ആക്കി. ഇനി നമുക്ക് ഈ ഒരു സ്കിൻ ടോൺ കൂടി ഒന്ന് ആദ്യം കറക്റ്റ് ചെയ്യാം. അതിനായിട്ട് രണ്ടാമത്തെ നോഡ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ക്വാളിഫയർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ സ്കിൻ ടോൺ സെലക്ട് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അതിനുള്ള ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ കളർ സ്ലൈസ് ഉണ്ടാവും. അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സ്കിൻ എന്നും പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ, സത്യത്തിൽ ഇത് ഓറഞ്ചാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് സ്കിൻ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ വന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സാച്ചുറേഷൻ ഒന്ന് കുറയ്ക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓറഞ്ച് അല്ലെങ്കിൽ ഒരു യെല്ലോ ഓറഞ്ചൊക്കെ മിക്സായിട്ട് നല്ല സാച്ചുറേഷൻ കയറി കിടക്കുവാണ് അല്ലേ. അപ്പോൾ നമ്മളതിൻ്റെ സാച്ചുറേഷൻ ഇവിടെ കുറയ്ക്കുക. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബാറാണ് സാച്ചുറേഷൻ്റെ ബാർ, അതിവിടെ വന്നിട്ട് മൈനസ് ചെയ്യുക. നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം അവിടെ വരും. കണ്ടോ. ഇനി നിങ്ങൾക്ക് എന്നിട്ടും ഓറഞ്ച് കട്ടാവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുകളിൽ, അതിന് തന്നെ തൊട്ട് മുകളിലായിട്ട് ഹ്യൂ കാണും. ഈ ഹ്യൂവിനെ ലെഫ്റ്റിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ യെല്ലോ ആവും. അതുപോലെ വലതോട്ട് റൈറ്റ് സൈഡിലോട്ട് നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച്, റെഡ്, പിന്നെ അത് മജന്ത, പിങ്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് മാറിപ്പോവും. മനസ്സിലായോ? അപ്പം നമുക്ക് കറക്റ്റ് ഏതാണോ വേണ്ടത് ആ ഒരു രീതിയിൽ അതിനെ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, നമുക്കതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ.
ഇനി കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് സാച്ചുറേഷൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ റെഡ് ഉണ്ട്, ലിപ്പിലെ റെഡ്, ഈ ഫ്ലവറിലൊക്കെ കുറച്ച് റെഡ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പോപ്പപ്പ് ചെയ്യാനായിട്ട് ഇത് ഇവിടെ തന്നെ റെഡ് ഉണ്ട്. ഈ റെഡിൻ്റെ സാച്ചുറേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സ്കിൻ ടോണുമായിട്ട് ആ ലിപ്പുണ്ടല്ലോ അതൊന്ന് സെപ്പറേറ്റ് ആവും. കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുവാണ്. ഓക്കെ, മതി. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് കണ്ടോ, എല്ലാത്തിലും ലെഫ്റ്റ് സൈഡിലുള്ളത് ഡെൻസിറ്റിയാണ്. അത് നമ്മൾ കൂട്ടം കുറയ്ക്കും ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ കളറിൽ ലൈറ്റ് ഡാർക്ക് ആവുകയും ലൈറ്റ് ആവുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോ, കണ്ടോ ലൈറ്റ് ആവുന്നു, തിരിച്ച് മുകളിലോട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡാർക്ക് ആവുന്ന കണ്ടോ. നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കാവേ. ഓക്കെ, ഫൈൻ. നമുക്കിനി തിരിച്ചിവിടെ ടെമ്പറേച്ചർ ആദ്യത്തെ നോഡ് ക്ലിക്ക് ചെയ്തിട്ട് ടെമ്പറേച്ചർ ശകലോടെ ഒന്ന് കട്ട് ചെയ്യാറുണ്ട്, വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓവറോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഈ ഒരു ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഒരുമാതിരി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു നോഡ് കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ആൾട്ട് എസ് പ്രസ് ചെയ്യുന്നു, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കർവ് ടൂൾ എടുക്കാം. കർവ് ടൂൾ എടുക്കുന്നു, എന്നിട്ട് ഷാഡോയുടെ ഈ ഭാഗം, ഏറ്റവും താഴത്തെ ഭാഗം നമ്മൾ വലതോട്ട് പിടിച്ച് നീക്കുന്നു. വലതോട്ട് പിടിച്ച് നീക്കിയിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ മിഡ് ടോണിൻ്റെ ഭാഗത്തൊരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ ലിഫ്റ്റ് ചെയ്യുന്നു. ലിഫ്റ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ് കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം പിടിച്ച് പതുക്കെ ഡൗൺ ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് നഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുക. ഹൈലൈറ്റിൻ്റെ ഈ ഒരു ഏരിയയിൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് പതുക്കെ ഡൗൺ ചെയ്യുക കേട്ടോ. ഓക്കെ, ഫൈൻ. ഇങ്ങനെ നിൽക്കട്ടെ. നമ്മളൊരു ചെറിയൊരു എസ് കർവ് അവിടെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സെപ്പറേഷൻ കൊണ്ടുവരാൻ പറ്റും, കിടിലാക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർ ബിഫോർ ഒന്ന് നോക്കാവേ. കണ്ടോ, ഇതായിരുന്നു നമ്മുടെ വീഡിയോ, ഒറിജിനൽ വീഡിയോ ഉണ്ടായിരുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ കൺവേർട്ട് ചെയ്തു. മനസ്സിലായോ? വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുകൂടി കാണിക്കാനാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഫുട്ടേജ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ പേടിച്ചുകൊണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾക്ക് ഇത്രയും ചെയ്തിട്ടും പെർഫെക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം. ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാവേ. നമുക്ക് ആദ്യം ഈ നോഡുകളൊന്ന് ഡിലീറ്റ് ചെയ്യാവേ. എന്നിട്ട് ഇവിടെ താഴെ ഇവിടെ പ്രൈമറി കളർ ബെൽസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് ബാലൻസിൻ്റെ പിക്കർ ടൂൾ ഉണ്ടാവും. അത് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, വൈറ്റ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ കണ്ടുപിടിച്ചിട്ട് അവിടെ ഒന്ന് പിക്ക് ചെയ്യുക. പിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ആവും. പക്ഷേ ഭയങ്കര രീതിയിൽ അഡ്ജസ്റ്റ് ആവില്ല. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടി വരുത്തേണ്ടി വരും. ഇവിടെ ടെമ്പറേച്ചർ കുറച്ചുകൂടി കട്ട് ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് നമ്മൾ കുറച്ചുകൂടി കട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഓവറോൾ ചെറിയൊരു വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് നോക്കിയേ, കണ്ടോ ഇങ്ങനൊരു സംഭവം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പിക്കർ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.